ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. ആലപ്പാറ പോറ്റുമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ. പണ്ടെങ്ങോ ദുർമരണപ്പെട്ട രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാണ് എടോ. ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാണ്. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ. ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലോ. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാവും, ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. ഞാൻ കണ്ട് കിണ്ടി കിണ്ടി. അയ്യോ, ഇന്നലെ തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോകുന്നില്ല. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോര് നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നുകളഞ്ഞു. മോള് ആ ഭാഗത്തേക്ക് പോകണ്ടെന്ന് വെച്ചേക്കണം. എന്തായാലും എനിക്ക് ആ മുറിന്ന് തുറന്നു കാണും. ஒரு முறை வந்து பார்த்தாயா என் மனம் நீ அறிந்தாயோ. വിലക്കപ്പെട്ട മുറിയായിരുന്നു അത്. തെക്കിനി ഇനിയിപ്പോ എന്തൊക്കെയാ വരുന്നതെന്ന്. എന്തൊക്കെയോ ദോഷങ്ങളുള്ള വീടാണെങ്കിലും കുട്ടി ഇത്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീക്ഷ്ണമായ ഒരുതരം തന്മയീഭാവം. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറരുത്. ഒരു മുறை വന്ന് പാരായോ പാസലേ നടിവാരായോ.